ദേശീയ തലത്തിൽ എൻ ഡി എയുടെ മുന്നേറ്റം 290 സീറ്റുകളിലാണ് എൻ ഡി എ മുന്നേറുന്നത്. ഇന്ത്യ സഖ്യം 230 എടുത്ത് മറ്റുള്ളവർ 23 സീറ്റുകളിലും മുന്നേറുന്നു. കേരളത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ജനവിധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി 1.5 ലക്ഷം കടന്ന് ലീഡ് കുതിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ലീഡ് 50,857 വോട്ടുകൾക്കാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ച് മുന്നേറുന്നത്. 50,857. തിരുവനന്തപുരത്തും BJP ഏകദേശം വിജയം ഉറപ്പിച്ച് മുന്നേറുന്നു. 23,288 രാജീവ് ചന്ദ്രശേഖർ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇനി നേമം, വട്ടിയൂർക്കാവ് മേഖലകളിലെ വോട്ടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. 23,288 രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു. LDFന് ആശ്വാസമായി ആറ്റിങ്ങലും ആലത്തൂരും മാത്രം. ആറ്റിങ്ങൽ പക്ഷേ ആ ആശ്വാസം എത്ര നേരമുണ്ട് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. 1,259 വോട്ട് മാത്രമാണ് ഇപ്പോൾ വി ജോയുടെ ലീഡുള്ളത്. 1,612 വി ജോയിയുടെ ലീഡ് ഉയർന്നിരിക്കുന്നു. 1,619. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ തുടക്കം മുതൽ തന്നെ മുന്നേറുകയാണ്. കെ രാധാകൃഷ്ണൻ 10,811 ആലത്തൂരിൽ ലീഡ് ചെയ്യുന്നത് കെ രാധാകൃഷ്ണൻ. മറ്റു മണ്ഡലങ്ങളിൽ UDFന്റെ തേരോട്ടമാണ്. UDF വ്യക്തമായ മേൽക്കൈ മറ്റെല്ലാ മണ്ഡലങ്ങളിലും നേടിക്കഴിഞ്ഞിട്ടുണ്ട്. മാവേലിക്കരയിൽ മാത്രമാണ് കൊടിക്കുന്നിൽ സുരേഷ് അല്പം പിന്നിൽ നിൽക്കുന്നത്. 6,531 വോട്ട് മാത്രമാണ് കൊടിക്കുന്നിൽ സുരേഷിന് അവിടെ ലീഡുള്ളത്. ആ ലീഡ് മറിയുമോ എന്നാണ് ഒരു ആകാംക്ഷ നിലനിൽക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ UDF വിജയം ഉറപ്പിച്ച് അവിടെ UDF പ്രവർത്തകർ ആഹ്ലാദിക്കുമ്പോഴും തൃശ്ശൂരിൽ കെ മുരളീധരൻ 3-ാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടു പോയത്, അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ആലത്തൂരിൽ രമ്യ ഹരിദാസ് പിന്നിൽ നിൽക്കുന്നതെല്ലാം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് NDAയുടെ മുന്നേറ്റം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മുന്നേറുകയാണ്. ദേശീയ തലത്തിൽ NDA ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഈ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. തീർച്ചയായും 16 UDF മുന്നിട്ട് നിൽക്കുന്നത്. 16 വ്യക്തമായ മേൽക്കൈ UDF നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. 2 മാത്രമാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. ആറ്റിങ്ങലും അതോടൊപ്പം തന്നെ ആലത്തൂരുമാണ് LDFന് മേൽക്കൈ നേടാനായത്. 2 NDA വ്യക്തമായ സ്വാധീനം NDAക്ക് നേടാനായി എന്നതാണ് ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം. ആറ്റിങ്ങലും അതോടൊപ്പം തന്നെ തൃശ്ശൂരുമാണ് NDA വലിയൊരു മുന്നേറ്റം NDAക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും നമുക്കറിയാം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളെല്ലാം തന്നെ നടന്നൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവിടെ. ഇത് ഈ BJPയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ്. അവർ കേരളം ലക്ഷ്യം വെക്കുന്നു. കേരളത്തിലെ 2 സീറ്റുകൾ അധികം അവർ നേടാം എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എത്തിയത്. അവിടെ വ്യക്തമായ രീതിയിൽ തന്നെ തൃശ്ശൂർ അവർ എടുത്തിരിക്കുന്നു എന്ന രീതിയിൽ തന്നെ സുരേഷ് ഗോപി വ്യക്തമായ മുന്നേറ്റം സുരേഷ് ഗോപി അവിടെ കാഴ്ചവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ LDFനെ സംബന്ധിച്ച് LDFന് 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് മേൽക്കൈ നേടാനായതെന്നതാണ് പറയേണ്ട കാര്യം. അതേസമയം തന്നെ അവർക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്ത് ആലപ്പുഴയിലെ സീറ്റ് LDFന് നഷ്ടമാകുന്ന ഒരു വിവരമാണ് ഇപ്പോൾ ഈ ഫലസൂചനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അവിടെ KC വേണുഗോപാൽ കോൺഗ്രസ് നേതാവ് ACC ജനറൽ സെക്രട്ടറി ആയിരുന്ന KC വേണുഗോപാൽ അവിടെ വ്യക്തമായ മേൽക്കൈ നേടി വ്യക്തമായ ഒരു ആധിപത്യം അവിടെ ഉറപ്പിച്ചിരിക്കുന്നതെന്നാണ് ഫലസൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ചാലക്കുടി, മലപ്പുറം, പൊന്നാനി, കോഴിക്കോട് അടക്കമുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ UDFന് മേൽക്കൈ നേടി. UDF അവിടെ എല്ലാം തന്നെ ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ആലത്തൂർ മണ്ഡലത്തിൽ മാത്രം ഒരു ആശ്വാസം ഉണ്ടാകുന്നത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. കോഴിക്കോട് നമുക്കിപ്പോൾ അവിടെ വിജയാഘോഷം തുടങ്ങിയിരിക്കുന്നത് തന്നെയാണ്. ആ വിജയാഘോഷം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം.